നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയെ കുറിച്ചാണ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വാട്ട് യു മീൻ ബൈ മാറ്റർ. എന്താണ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. എന്താണ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലവും ഒരു മാസമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് നമുക്ക് പറയാം. Then the matter can be classified into two based on the physical property and based upon the chemical composition. Based on the physical properties, matter can be divided into mainly three, that is solid, liquid and gas. So based upon the physical properties, the matter can be mainly classified into three, that is solid, liquid and gas. In addition to this, the fourth state of matter is called plasma. The fourth state of matter is plasma. In extreme situation, we have to divide the matter into two more components. That is, first one is Bose-Einstein condensate. Bose-Einstein condensate, and the another one is fermionic condensate. Fermionic condensate. So these are the main classification of matter on the basis of physical properties. Mainly we have to divide the matter on the basis of physical property three, that is solid, liquid and gas, and the fourth state of matter is plasma. In the extreme condition, we have to divide again into two, that is Bose-Einstein condensate and fermionic condensate. Then based on the chemical properties, matter can be divided into two. One is pure substance and other one is mixture. One is pure substance and other one is mixture. Okay, so on the basis of chemical composition, the matter can be divided into pure substance and mixture. So what do you mean by pure substance? The pure substance contain only one type of particles. The pure substance contain only one type of particles. ഒരേ ഇനം പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ സബ്സ്റ്റൻസ്. സോ ദ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു, ദാറ്റ് ഈസ് എലമെന്റ് ആൻഡ് കോമ്പൗണ്ട്. നമ്മൾ ആദ്യം ഒന്നുകൂടെ പറയാം, എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു. ദ മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഒരു സ്ഥലവും മാസമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്ന് പറയാം. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് നമ്മൾ പ്രധാനമായും തരംതിരിക്കുന്നു: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. നാലാമതൊരെണ്ണമുണ്ട്, അതാണ് പ്ലാസ്മ. എക്സ്ട്രീം സിറ്റുവേഷനിൽ നമ്മൾ ഒരു രണ്ടെണ്ണമായിട്ട് തിരിക്കുന്നു, അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അങ്ങനെ ടോട്ടൽ 6 എണ്ണമായിട്ട് നമുക്ക് ഫിസിക്കലിനെ ക്ലാസിഫൈ ചെയ്യാം. On the basis of the chemical composition, chemical compositionന്റെ അടിസ്ഥാനത്തിൽ, രാസപരമായിട്ടുള്ള അളവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. that is pure substance and mixture. പ്യുവർ സബ്സ്റ്റൻസുകളെന്നും മിക്സ്ചറുകളും. പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്? it contains only one kind of particles. ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണ് അടങ്ങിയിരിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ്. എക്സാമ്പിൾ, ഷുഗർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. Water is a pure substance. Salt is a pure substance. കാരണം ഷുഗറിനകത്ത് ഷുഗറിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, വാട്ടറിനകത്ത് വാട്ടറിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, സാൾട്ട് എടുക്കുകയാണെങ്കിൽ സാൾട്ടിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. Then again you have to divide the pure substance into two, that is element and compound. എലമെന്റുകളൊന്നും കോമ്പൗണ്ടുകളൊന്നും രണ്ടായി നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. Then what do you mean by element? എന്താണ് എലമെന്റ്? Element is a pure substance. എലമെന്റ് എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം. ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ.
അല്ലെങ്കിൽ വൺ കൈൻഡ് ഓഫ് മോളിക്യൂൾ, ഒരേ തരത്തിലുള്ള മോളിക്യൂൾസുകൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ അവയെ നമുക്ക് എന്ത് പറയാം? എലമെന്റുകൾ എന്ന് പറയാം. അപ്പൊ എന്താ? ദ പ്യുവർ സബ്സ്റ്റൻസ് എലമെന്റ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് which contain only one kind of atom. അപ്പോൾ നോക്കി, ഇപ്പൊ ഹൈഡ്രജൻ is an element. For example, hydrogen is an element because it contains only hydrogen atom. Hydrogen ആറ്റങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. Oxygen is an element because it contains oxygen atom only. Oxygen എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, ഇതിനകത്ത് ഓക്സിജന്റെ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. Then nitrogen is an element. നൈട്രജനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ നൈട്രജൻ എന്ന് പറയുന്ന ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. കാരണം രണ്ടെണ്ണം ചേരുന്ന ഹൈഡ്രജൻ എടുക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ ഡയറ്റോമിക് മോളിക്യൂൾ എന്നാണ് പറയുന്നത്. കാരണം രണ്ട് ആറ്റങ്ങൾ ചേർന്ന ഒരു മോളിക്യൂൾ ആയിട്ട് കാണപ്പെടുന്നു. അപ്പൊ എലമെന്റ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് which contain only one kind of atom. ഒരേ തരത്തിലുള്ള ആറ്റങ്ങളാണ്. ഓക്കെ, ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ. അങ്ങനെയുള്ള ആറ്റങ്ങൾ രണ്ടെണ്ണമാകാം, ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിരിക്കാം, ചിലപ്പോൾ രണ്ടിൽ കൂടുതലാകാം. അപ്പം ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജനകത്തല്ല രണ്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്ന ഒരു മോളിക്യൂൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അത് എക്സാമ്പിൾ ഏത് എക്സാമ്പിൾ ആണ്? എലമെന്റുകൾക്ക് എക്സാമ്പിൾ. അടുത്ത നമുക്ക് പറയാം സൾഫർ, Si, ഫോസ്ഫറസ്, P4. ഇതൊക്കെയും എന്തിന് എക്സാമ്പിളുകളാണ്? എലമെന്റുകൾക്ക് എക്സാമ്പിൾ ആണ്. കാരണം സൾഫറിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? സൾഫറിന്റെ ആറ്റം മാത്രമേ ഉള്ളൂ. ഫോസ്ഫറസ് എടുക്കുമ്പോൾ അതിനകത്ത് ഫോസ്ഫറസിന്റെ ആറ്റങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇതൊക്കെ പോളി അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാൻ കാരണം രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഈ സൾഫർ. 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നാണ് Si, 4 സൾഫർ ഫോസ്ഫറസ് ആറ്റങ്ങൾ ചേർന്നാണ് P4. അപ്പൊ ഇതൊക്കെ നമുക്ക് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. അതേപോലെ എലമെന്റിന് എക്സാമ്പിൾ ആണ് സോഡിയം, പൊട്ടാസ്യം. അപ്പൊ സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും അതിനകത്ത് ഒരാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോഡിയത്തിന്റെ ഒന്നിലധികം ആറ്റങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ മോണോ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. അപ്പം മോളിക്യൂൾസുകളായിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആകുന്നുണ്ട്. അപ്പൊ ഇത് ഡയറ്റോമിക് മോളിക്യൂൾ, ഇത് പോളിയറ്റോമിക് മോളിക്യൂൾ, ഇത് മോണോ അറ്റോമിക് മോളിക്യൂൾ. അപ്പൊ എലമെന്റ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് which contain only one kind of atom. ഒരേ തരത്തിലുള്ള ആറ്റങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അവയെ നമുക്ക് എന്ത് വിളിക്കാം? എലമെന്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ പ്യുവർ സബ്സ്റ്റൻസ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കോമ്പൗണ്ടുകൾ. അപ്പൊ നമുക്ക് പറയാം, എന്താ പറയാം? കോമ്പൗണ്ട് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. കോമ്പൗണ്ട് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് which contain different kind of atom. അതിനകത്ത് എന്തുണ്ട്? വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ. Water is a pure substance. Water is a pure substance ആണ്. But water is a compound. Water എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു കോമ്പൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. Because it contain hydrogen atom and oxygen atom. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഓക്സിജൻ ആറ്റവും ഉണ്ട്. Then ammonia. Ammonia is also a compound because it contains nitrogen and hydrogen. അപ്പം ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അമോണിയ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, നൈട്രജൻ, സോഡിയം, പൊട്ടാസ്യം ഒക്കെ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ആ പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എലമെന്റുകളെന്നും കോമ്പൗണ്ടുകളെന്നും. അപ്പൊ എലമെന്റ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് which contain only one kind of atom. Compound is also a pure substance which contain more than one kind of atom. അല്ലെ, ഒന്നിലധികം തരത്തിലുള്ള ആറ്റങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അവയെ നമുക്ക് എന്ത് പറയാം? കോമ്പൗണ്ട്സുകൾ എന്ന് പറയാം. അല്ലെ, വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ്, അമോണിയ ഒരു കോമ്പൗണ്ട് ആണ്. ഇപ്പൊ ഗ്ലൂക്കോസ് എടുക്കുന്നത് എന്താ? C6H12O6. അതിനകത്ത് എന്തുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. സോ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്. ഇതൊക്കെ എന്താന്ന് പറയാം? കോമ്പൗണ്ടുകളാണെന്ന് നമുക്ക് പറയാം. Then പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ പോകുന്നത് മിക്സ്ചറിലേക്കാണ്. സോ വാട്ട് യു മീൻ ബൈ മിക്സ്ചർ? നമ്മൾ പറഞ്ഞതാണ് പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾസുകൾ ആണെങ്കിൽ അവയെ നമ്മൾ വിളിച്ച പേരാണ് പ്യുവർ സബ്സ്റ്റൻസ്. അപ്പോൾ എന്തായിരിക്കാം മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ. ഒന്നിലധികം കണികകൾ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവയെ നമുക്ക് പറയാവുന്നതാണ് എന്ത്? മിക്സ്ചറുകൾ എന്ന് പറയാം, മിക്സ്ചേഴ്സ്. അപ്പൊ മിക്സ്ചറുകൾക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിക്സ്ചറിനെ വീണ്ടും നമുക്ക് മിക്സ്ചർ എക്സാമ്പിൾ ആദ്യം നമുക്ക് നോക്കാം. മിക്സ്ചർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഷുഗർ സൊല്യൂഷൻ. കാരണം അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഷുഗർ സൊല്യൂഷനകത്ത് ഷുഗറിന്റെ മോളിക്യൂൾസും ഉണ്ട്, വാട്ടറിന്റെ മോളിക്യൂൾസും ഉണ്ട്. സോ ഇറ്റ് ഇസ് എ മിക്സ്ചർ. സാൾട്ട് സൊല്യൂഷൻ, അതിനകത്ത് സാൾട്ടും ഉണ്ട്, വാട്ടറും ഉണ്ട്. സോ സാൾട്ട് സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ. മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് സാൾട്ട്, സാൻഡും സാൾട്ടും കൂടെ തമ്മിലുള്ള മിക്സ്ചർ. ഗോൾഡ് ഓർണമെന്റ്സിലെ ഗോൾഡ് ഓർണമെന്റ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ഗോൾഡ് ഉണ്ട്, അതിനകത്ത് കോപ്പറിന്റെ അംശമുണ്ട്. സോ ഇറ്റ് ഇസ് എ മിക്സ്ചർ.
എയറിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ആർ പ്രസന്റ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ ഇതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള വാതകങ്ങൾ അടങ്ങിയതാണ് എയർ. സോ എയർ ഈസ് എ മിക്സ്ചർ. എയർ എന്താന്ന് പറയാം, ഒരു മിക്സ്ചർ ആണെന്ന് പറയാം. സോ മിക്സ്ചർ കണ്ടെയ്ൻസ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള പാർട്ടിക്കിൾസുകളാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ അവയെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് എന്ത്, മിക്സ്ചർ. ആ മിക്സ്ചറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. That is homogeneous mixture and heterogeneous mixture. എന്താണ് മിക്സ്ചറുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആദ്യത്തേതാണ് ഹോമോജീനിയസ് മിക്സ്ചർ. ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട്, സ്വഭാവങ്ങളെല്ലാം ഒരേപോലെയുള്ളതാണ് ഹോമോജീനിയസ്. അടുത്തെന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ആ പേര് തന്നെ നമുക്ക് പറയാം ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്വഭാവങ്ങളെല്ലാം ഒരേപോലെ അല്ല. അപ്പൊ മിക്സ്ചറുകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും. അപ്പൊ എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ its components are mixed well. ഈ മിക്സ്ചറിനകത്ത് വരുന്ന കമ്പോണന്റ് ഘടകങ്ങൾ എന്താ. അപ്പൊ ഷുഗർ സൊല്യൂഷൻ നമുക്കറിയാം, ഷുഗറും വാട്ടർ മോളിക്യൂൾസും ആണ്. അപ്പൊ ഷുഗർ വാട്ടർ മോളിക്യൂൾസും തമ്മിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യപ്പെടും, മിക്സ് ചെയ്യപ്പെടും, നല്ലതുപോലെ മിക്സ് ചെയ്യപ്പെടും, മിക്സ് തറോലി. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ is a mixture. അതൊരു മിക്സ്ചർ ആണ് നമുക്കറിയാം. its components are well mixed together. components, അതിനകത്ത് വരുന്ന കമ്പോണൻസുകൾ നല്ലതുപോലെ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, ലയിച്ചു ചേരുന്നു. and its composition will be uniform throughout. ആ സൊല്യൂഷനിൽ എവിടെ എടുത്തു കഴിഞ്ഞാൽ, ആ ഷുഗർ സൊല്യൂഷൻ എവിടെ എടുക്കാനും അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് തന്നെയായിരിക്കും, അതിന്റെ അളവുകൾ, കമ്പോസിഷൻ, അതിനകത്ത് ചേർന്നിരിക്കുന്ന കമ്പോസിഷൻ അളവുകൾ എല്ലായിടവും ഒരേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് പറയാവുന്ന മിക്സ്ചറാണ് ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ ഓൾ സൊല്യൂഷൻ, എല്ലാ സൊല്യൂഷനുകളും എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതുപോലെ എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. എന്തുകൊണ്ട്? കാരണം നമുക്കറിയാം എയറിനകത്ത് പലതരത്തിലുള്ള ഗ്യാസുകളുണ്ട്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഏകദേശം നൈട്രജന്റെ അളവുകളാണ് കൂടുതൽ അല്ലെ. 72% നൈട്രജൻ, അതുപോലെ 23% അല്ലെങ്കിൽ 21% എന്താണ്, ഓക്സിജൻ. അപ്പൊ ഇങ്ങനെ കാണപ്പെടുന്നു എയറിനകത്ത് പലതരത്തിലുള്ള വാതകങ്ങൾ. പക്ഷെ നമ്മൾ എവിടുന്ന് എയർ എടുത്താലും അതിനകത്തുള്ള കമ്പോണൻസുകൾ എപ്പോഴും എന്ത് തന്നെയാണ്, സെയിം യൂണിഫോം കമ്പോസിഷൻ. എല്ലായിടവും ആ കമ്പോസിഷൻ എവിടെയാണ്, ഒരേപോലെ. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇച്ചിരി എയർ എടുത്താലും മറ്റൊരു സ്ഥലത്ത് പോയി നമ്മൾ ഇച്ചിരി എയർ എടുത്താലും അതിനകത്തുള്ള കമ്പോസിഷൻ, വാതകങ്ങളുടെ അളവുകൾ അല്ലെ, അതിനകത്തുള്ള ഡിഫറെന്റ് ഗ്യാസസ്, പലതരത്തിലുള്ള വാതകങ്ങളുടെ അളവുകൾ എല്ലായിടത്തും എന്ത് തന്നെയാണ്, ഒരേപോലെ ആയതുകൊണ്ടാണ് നമ്മൾ എയറിനെയും ഏത് മിക്സ്ചർ എന്ന് പറയുന്നത്, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ ഹോമോജീനിയസ് മിക്സ്ചർ ഈസ് എ മിക്സ്ചർ ഇൻ വിച്ച് ദ കമ്പോണന്റ്സ് ആർ വെൽ മിക്സ്ഡ് ടുഗദർ. കമ്പോണന്റ്സുകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വെൽ മിക്സ്ഡ് ആയിരിക്കണം. ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ഓർ കമ്പോസിഷൻസ് ആർ യൂണിഫോം ത്രൂ ഔട്ട്. അതിന്റെ അളവുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന മിക്സ്ചറുകളെ നമ്മൾ വിളിക്കാം ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പൊ അടുത്തത് എന്തായിരിക്കും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ, ദ കമ്പോണന്റ്സ് ആർ നോട്ട് വെൽ മിക്സ്ഡ് അല്ലെ. കമ്പോണന്റ്സുകൾ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, നല്ലതുപോലെ മിക്സ് ചെയ്യുന്നില്ല. ദ കമ്പോണന്റ്സ് ആർ നോട്ട് മിക്സ്ഡ് വെൽ and its composition is not uniform throughout. അല്ലെങ്കിൽ ആ മിക്സ്ചർ മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിന്റെ അളവുകൾ എല്ലായിടവും ഒരുപോലെ അല്ല താനും. അങ്ങനെയുള്ള മിക്സ്ചറുകളെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പൊ എക്സാമ്പിൾ ഗോൾഡ് ഓർണമെന്റ്സുകളൊക്കെ ഏത് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്, ഹെട്രോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് ഗോൾഡ് ഓർണമെന്റ്സ്. അതുപോലെ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് സാൾട്ട്, സാൻഡും സാൾട്ടിന്റെയും മിക്സ്ചറുകൾ, ഇതിന്റെയൊക്കെ കമ്പോസിഷൻ എല്ലായിടവും ഒരുപോലെയാണോ? അല്ല, പലയിടത്തും എന്താണ്, പലതാണ്. അതുപോലെ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യപ്പെടുമോ? ഇല്ല. അങ്ങനെയുള്ള മിക്സ്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പൊ ഞാൻ ഇന്നൂടെ പറഞ്ഞു എന്താണ് നമ്മൾ മാറ്റർ എന്ന് പറഞ്ഞു. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് നീഡ്സ് സ്പേസ് ടു ഓക്യുപ്പൈ അല്ലേ. Then based on the physical property, matter can be divided into 6, that is solid, liquid, gas. The fourth state of matter is plasma, and the other two states are Bose-Einstein condensate and fermionic condensate. Then based on the chemical composition, matter can be divided into 2, pure substance and mixture. Pure substance contain only one kind of particle, mixture contain different kind of particles. The pure substance is again classified in element and compound. Element is a pure substance which contain only one kind of atom or molecules. Compound is a pure substance which contain
different kind of atom. Then mixture contain different kind of particles, and then mixture is divided into two: homogeneous mixture and heterogeneous mixture. Homogeneous mixture, in homogeneous mixture the components are well mixed and its composition will be uniform throughout. In heterogeneous mixture the components are not mixed well, അതിനകത്തുള്ള ഘടകങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നില്ല, and its composition will be uniform throughout. അതിന്റെ അളവുകൾ എല്ലായിടവും ഒരേപോലെ തന്നെ ആയിരിക്കില്ല, and its composition will not be uniform throughout. ഒരേപോലെ ആയിരിക്കില്ല, യൂണിഫോം ആവില്ല അതിന്റെ കമ്പോണൻസുകൾ. അങ്ങനെയുള്ള മിക്സ്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ. എക്സാമ്പിൾ ഗോൾഡ് ഓർണമെന്റ്. ആൻഡ് ഹോമോജീനിയസ് മിക്സ്ചർ എക്സാമ്പിൾ ഓൾ സൊല്യൂഷൻ എയർ. ഇതൊക്കെ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ്? എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് മാസ്, എന്താണ് വെയിറ്റ്? ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ഒബ്ജക്ട്, അല്ലെ? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ഒബ്ജക്ട് ഓർ ബോഡി. നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ഒബ്ജക്ട്. So that is called mass. The SI unit of mass is kilogram. It is a fixed quantity. അപ്പം മാസിന്റെ യൂണിറ്റ്, SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇതൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. നമ്മളൊരു മാസ് എടുത്തു, ഒരു ഒബ്ജക്റ്റിന്റെ ഒരു മാസ് എടുത്തു, അതൊരു 5 കിലോഗ്രാം ആണ്. അത് എവിടെ കൊണ്ടുവച്ചാലും അതിന്റെ മാസ് എത്ര തന്നെയാണ്? 5 കിലോഗ്രാം തന്നെ ആയിരിക്കും. എന്നാൽ what do you mean by weight? എന്താണ് വെയിറ്റ്? വെയിറ്റ് മീൻസ് the gravitational force of attraction act on a body. ഒരു ബോഡിയിലേക്ക് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു മാസ് ഉള്ള ഒരു ബോഡിയിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യപ്പെടും? എക്സേർട്ട് ചെയ്യപ്പെടും. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ബോഡിയിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. സോ ദ വെയിറ്റ് മീൻസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ ബോഡി. That is called weight. ഒരു മാസ് ഉള്ള ബോഡിയിലേക്ക് എന്ത് കൊടുക്കുന്നു? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആരാ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എർത്ത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും? എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വെയിറ്റ്. The SI unit of weight is Newton. കിലോഗ്രാം മാസിനും വെയിറ്റിന്റെ എന്തോ യൂണിറ്റ്? ന്യൂട്ടൺ. ന്യൂട്ടൺ മീൻസ് വെയിറ്റ് മീൻസ് ഒരു ഫോഴ്സ് ആണ്. ബേസ് എന്ത് തന്നെയാണ്? ഒരു ഫോഴ്സ് തന്നെയാണ്. അപ്പം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വെയിറ്റ് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് ഇസ് എ വേരിയബിൾ ക്വാണ്ടിറ്റി. വെയിറ്റ് എന്താണ്? ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ്. കാരണം പല പ്രദേശത്ത് അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ് ഇക്വിറ്റോറിയൽ റീജിയനുമുണ്ട്, പോൾസിലുള്ള റീജിയനുമുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തല്ല? ഒരുപോലെ അല്ല. ഫോർ അവർ കൺവീനിയൻസ്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ടേക്കൺ ആസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. എന്നാൽ ഇക്വിറ്റോറിയലുള്ള വാല്യൂ അല്ല പോൾസിലുള്ളത്. അപ്പൊ ഇങ്ങനെ വാല്യൂസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ പലയിടത്തും എന്താണ്? പലതാണ്. അപ്പം ഒരു മാസമുള്ള ഒരു വസ്തു, 5 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തു പലയിടത്ത് വെക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എന്തായിട്ട് മാറും? പലതായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ വെയിറ്റ് ഈസ് എ വേരിയബിൾ ക്വാണ്ടിറ്റി. വെയിറ്റ് ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ്. മാസ് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. മാസ് ഈസ് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്, അല്ലെ? അതിനകത്ത് എത്രമാത്രം മാറ്റർ അടങ്ങിയിട്ടുണ്ട് അതിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. The gravitational force exerted on a body. ഒരു ബോഡിയിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു മാസ് ഉള്ള ഒരു ബോഡിയിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ്. വെയിറ്റ് ഫോഴ്സ് തന്നെയാണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? You have to multiply mass with acceleration due to gravity. മാസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സോ വെയിറ്റ് ഈസ് എ വേരിയബിൾ ക്വാണ്ടിറ്റി. വെയിറ്റ് എന്താണ്? ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ്. അടുത്ത് നമ്മൾ പറയുന്നു വോളിയം ആൻഡ് ഡെൻസിറ്റി. വോളിയവും ഡെൻസിറ്റി. എന്താണ് വോളിയം? നമ്മൾ തന്നെ ആദ്യം പറഞ്ഞതാണ്. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലവും മാസമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് മാറ്റം എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പൊ എന്താ വോളിയം എന്ന് പറഞ്ഞാൽ? ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ
പാർട്ടിക്കിൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം. സോ വോളിയം ഈസ് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഓർ സബ്സ്റ്റൻസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് വോളിയം. സോ ദ യൂണിറ്റ് വിൽ ബി മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ക്യൂബ്. ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഇറ്റ് വിൽ ബി മില്ലിലിറ്റർ ഓർ ലിറ്റർ. അപ്പൊ ഈ ഇതേപോലെയുള്ള യൂണിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? വോളിയത്തിന് വേണ്ടി നമുക്ക് പറയാം. സോ വോളിയം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ക്യൂബ്, മില്ലിലിറ്റർ ആൻഡ് ലിറ്റർ. Then what do you mean by density? It is a ratio between mass and volume. But density is the ratio between mass and volume. മാസും വോളിയവും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡെൻസിറ്റിയെ നമുക്ക് രണ്ട് ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യാം. ഒന്നുകിൽ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ റോ എന്നും നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഡെൻസിറ്റി മീൻസ് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ mass and volume. It is a mass per unit volume is called density. ഒരു യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, പാർട്ടിക്കിൾസുകളുടെ എണ്ണം. കാരണം ഏതൊരു പാർട്ടിക്കിൾസിന് എന്തുണ്ട്? മാസും. സോ ആ പാർട്ടിക്കിൾസിന്റെ എണ്ണം നമ്മളൊരു യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്നു അതിനെയാണ് നമ്മൾ പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാം കോമ്പാക്ട് പാക്കിംഗ് ആണ് ആർക്ക്? സോളിഡ്സ്. അപ്പൊ നമുക്കൊരു വോളിയം എടുത്താൽ അതിനകത്ത് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കോമ്പാക്ട് അല്ലെ? അത് കോമ്പാക്ട് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലോസ്ലി പാക്ഡ് ആണ് സോളിഡ്സിനകത്ത് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സോളിഡ്സിന് പൊതുവെ ഡെൻസിറ്റി കൂടുതലും, ബാക്കി ലിക്വിഡ്സും ഗ്യാസിനും വരുമ്പോൾ ഡെൻസിറ്റി വളരെ എന്താണ്? കുറവുമാണ്. കാരണം അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റുകൾ ക്ലോസ്ലി പാക്ഡ് ആണ് സോളിഡുകളിൽ, എന്നാൽ ലിക്വിഡിലും ഗ്യാസിലും അത് ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ലിക്വിഡിനും ഗ്യാസിനും എന്തായിരിക്കും? കുറവാണ്. ആരെ അപേക്ഷിച്ച്? സോളിഡ്സിനെ അപേക്ഷിച്ച്. അപ്പൊ ഡെൻസിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ratio between mass and volume. Mass per unit volume is called density. Density represent ചെയ്യുന്ന ലെറ്ററുകളാണ് ഒന്നുകിൽ d എന്ന സ്മോൾ ലെറ്റർ d കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ റോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. The unit will be kilogram per meter cube. The SI unit of density is kilogram per meter cube. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് വോളിയം എന്ന് പറഞ്ഞു? സ്പേസ് ഓക്യുപ്പൈഡ് ബൈ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾസിനെ ഓക്യുപ്പൈ ചെയ്യുന്ന അതിനാവശ്യമായ സ്ഥലത്തെയാണ് നമ്മൾ പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഈസ് ദ മാസ് പെർ യൂണിറ്റ് വോളിയം. Then we move to the next topic is temperature. നമ്മൾ ഇനി പോകുന്നതാണ് എന്താണ് ടെമ്പറേച്ചർ അല്ലേ? യെസ്, എന്താണ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ശരീരം എടുക്കുമ്പോൾ ആ ശരീരത്തിന് എത്രമാത്രം തണുപ്പാണ് അല്ലെങ്കിൽ എത്രമാത്രം ചൂടുണ്ട് ആ ശരീരത്തിന് എന്നതിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് coldness or hotness of a body, that is called temperature. Temperature capital T കൊണ്ടോ small letter t കൊണ്ടോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. SI unit is Kelvin. Temperature ന്റെ SI unit എന്താണ്? Kelvin. Capital letter K കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ്. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ മൂന്ന് യൂണിറ്റുകൾ നമുക്ക് ടെമ്പറേച്ചർ പറയാം. ഒന്ന് SI യൂണിറ്റ്, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് കെൽവിൻ. അടുത്താണ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് കോൾഡ്നെസ് ഓർ ഹോട്ട്നെസ് ഓഫ് എ ബോഡി. Okay, then the SI unit of temperature is Kelvin, degree Celsius and degree Fahrenheit. Then there is a relation between degree Celsius and Kelvin. Kelvin and degree Celsius തമ്മിലുള്ള relation ഉണ്ട്. Kelvin is equal to degree Celsius plus 273. അതായത് കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഒരു കെൽവിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ അതിനെ എന്തുകൊണ്ടാ ആഡ് ചെയ്താൽ മതി? 273 കെൽവിൻ. അപ്പം 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1 plus 273 എത്ര കിട്ടും? 274 കെൽവിൻ. അപ്പോൾ കെൽവിൻ ആ ഡിഗ്രി സെൽഷ്യസ് തമ്മിലുള്ള റിലേഷൻ ആണ്. കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. അപ്പം ഏതൊരു ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്ന വാല്യൂവിനെയും SI യൂണിറ്റ് ആയിട്ടുള്ള കെൽവിൻ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആഡിംഗ് വിത്ത് 273 കൊണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 0 degree Celsius വന്നാൽ 273 എന്താണ്? കെൽവിൻ. Then there is a relationship between degree Celsius and Fahrenheit. Degree Fahrenheit is equal to 9/5 degree Celsius plus 32. അപ്പോൾ അടുത്ത റിലേഷൻ ആരൊക്കെ തമ്മിലാണ്? ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലാണ്. അപ്പൊ നമുക്ക് ഒരു ഫാരൻഹീറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ദ കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസ് വിത്ത് 9/5. നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ അതിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആഡിംഗ് വിത്ത് 32 എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്താൽ യു ഹാവ് ടു കൺവേർട്ട് ഡിഗ്രി സെൽഷ്യസ് ടു ഡിഗ്രി
ഫാരൻഹീറ്റ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കി മാറ്റാം. ഇനി ഡിഗ്രി ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസ് കാണണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഈ റിലേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ദ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ ആണ് കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആൻഡ് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ ആണ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ പോകുന്നത്, നമുക്കറിയാം ഒരു ആറ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 10ലും 9ലും എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. Why the atom take part in a chemical reaction? എന്തുകൊണ്ടാണ് ഒരു ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ അറിയാം. Because in order to attain stability, അതായത് സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ആറ്റങ്ങൾ എന്തിലേക്ക് വരുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്ഥിരത കൈവരിക്കുന്നത്? The outermost shell contain 8 electrons, then atom is stable. അല്ലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസുകൾ നിറഞ്ഞാൽ, ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആയാൽ നമുക്ക് പറയാം ആറ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പൊ ആ 8 ഇലക്ട്രോൺസുകൾ ആകുന്നതിന് വേണ്ടി ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്ത് അതെന്തായിട്ട് മാറുന്നു? അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസുകൾ നേടിയെടുക്കുന്നു. അങ്ങനെ അത് എന്തായി മാറുന്നു? സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. അല്ലെ, സോ ആറ്റം ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആറ്റങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനിലേക്ക് പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് ആറ്റങ്ങൾ മോളിക്യൂൾസ് ആകുന്നതും അല്ലെങ്കിൽ ആറ്റങ്ങൾ കോമ്പൗണ്ടുകളായിട്ട് മാറുന്നതും. അപ്പം ഇവിടെ നമുക്ക് എന്ത് വേണം? ചുമ്മാ തന്നെ ഒരു 2 ആറ്റങ്ങൾ തമ്മിൽ ചുമ്മാ ജോയിൻ ചെയ്ത് എന്താവില്ല? ഒരു മോളിക്യൂളുകളോ അല്ലെങ്കിൽ ആറ്റങ്ങൾ ചുമ്മാ തന്നെ കമ്പൈൻ ചെയ്ത് എന്താവില്ല? കോമ്പൗണ്ടുകളോ ആയി മാറില്ല. ഇപ്പൊ വാട്ടർ ഉണ്ടാവുന്നു, നമുക്കറിയാം വാട്ടർ ഉണ്ടാവണമെങ്കിൽ ആരാവശ്യമാണ്? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്. ചുമ്മാതാകുകയാണോ? അല്ല. ഇങ്ങനെ ആകുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പം ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ വഴിയാണ് ആറ്റങ്ങൾ എന്തായിട്ടും മാറുന്നത്? മോളിക്യൂൾസുകളോ അല്ലെങ്കിൽ കോമ്പൗണ്ട്സുകളോ ഒക്കെ ആയിട്ട് മാറുന്നത്. അതായത് ചില നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെ കുറച്ച് നിയമങ്ങളെയാണ് നമ്മൾ പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, ഒരുപാട് നിയമങ്ങൾ വഴിയാണ് ആറ്റങ്ങൾ എന്തായിട്ട് മാറുന്നത്? രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് മോളിക്യൂൾസുകളോ കോമ്പൗണ്ടുകളായി മാറുന്നത്. ഒന്നാമത്തെ ലോ നമ്മൾ എടുക്കുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആര് കൊണ്ടുവന്ന നിയമം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവന്നത് ആരാണ്? ലവോസിയർ. ലവോസിയർ ആണ് ആരെ കൊണ്ടുവന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലവോസിയർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്? ഒന്നുമില്ല. ദ ടോട്ടൽ മാസ് ഈസ് കൺസർവ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെയുള്ള മാസുകൾ എന്ത് ചെയ്യപ്പെടും? സംരക്ഷിച്ചു നിൽക്കും, കൺസർവ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ആർ സെയിം. അതായത് എത്ര മാസ് റിയാക്ടൻസ് ആണോ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അത്രയും തന്നെ മാസുകൾ എന്തായി നമുക്ക് കിട്ടും? പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് കിട്ടും. എക്സാമ്പിൾ, 1 കിലോഗ്രാം ആണ് റിയാക്ടന്റ് എങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് എത്ര തന്നെ കിട്ടണം? 1 കിലോഗ്രാം തന്നെ കിട്ടണം. ഇതിനെയാണ് നമുക്ക് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാസിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കാനോ പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ടു അനദർ. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. അത് തന്നെയാണ് നമ്മൾ ഏത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ദ ടോട്ടൽ മാസ് ഈസ് കൺസർവ്ഡ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ മാസ് എന്തായിരിക്കും? കൺസർവ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് ആർ സെയിം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാർബൺ
react with oxygen to give carbon dioxide. Carbon oxygenuമായി പ്രവർത്തിച്ച് എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറുന്നു. We already know that the atomic mass of carbon is 12. അപ്പോൾ 12 gram of carbon react with, നമുക്കറിയാം ഓക്സിജന്റെ അറ്റോം മാസ് 16 ആണ്, അതിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 16 × 32 gram. So the 12 gram of carbon react with 32 gram of oxygen, we get carbon dioxide. അപ്പോൾ രണ്ട് ഓക്സിജൻ വരുമ്പോൾ 32, ഒരു കാർബൺ വരുമ്പോൾ 12, ടോട്ടൽ എത്രയാണ്? 44 gram. നോക്കി ഇവിടുത്തെ റിയാക്ടൻസിന്റെ സമൂഹം എത്രയാണ്? 32 12 44 gram. അപ്പോൾ നോക്കി റിയാക്ടൻസിന്റെ ടോട്ടൽ മാസും 44 ആൻഡ് പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസും എന്താണ്? 44. അപ്പോൾ ഇത് എന്തിനെ ഒബേ ചെയ്യുന്നു? ഇറ്റ് ഒബേസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ എന്ത് ചെയ്യുന്നു? ഒബേ ചെയ്യുന്നു. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ സെയിം. It is called law of conservation of mass. കൊണ്ടുവന്നതാരാണ്? ലവോസിയ. ആദ്യത്തെ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെയാണ് law of definite proportion. Law of definite proportions. Law of definite proportion പറയുന്നത് same compound always contain same element. Same compound always contain same element combined in a fixed proportion by mass. Same compound always contain same element combined in a fixed proportion by mass. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് പ്രോസ്റ്റ് ആണ്. ഓക്കെ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് പ്രോസ്റ്റ് ആണ്. അപ്പൊ പ്രോസ്റ്റ് കൊണ്ടുവന്ന ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ കാർബൺ ഓക്സിജനുമായി ചേർന്ന് എന്തായി മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറുന്നു. അപ്പൊ നോക്കി, അതാണ് പറയുന്നത് സെയിം കോമ്പൗണ്ട്. ഇതാണ് സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്. ഈ കോമ്പൗണ്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? കാർബണും ഓക്സിജനും. അപ്പൊ റിയാക്ടന്റിൽ പങ്കെടുക്കേണ്ടത് ആര് തന്നെയാണ്? കാർബണും ഓക്സിജനും. സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് combined in a fixed proportion by mass. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ഒരു ആനുപാതികമായിട്ടാണ്, ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ, നിശ്ചിത ആനുപാതികമായിട്ട് ചെയ്യണം. എന്തിന്റെ? മാസിന്റെ. നോക്കാം, കാർബൺ എത്രയാണ്? 12 gram. ഓക്സിജൻ എത്രയാണ്? 14 gram. അങ്ങനെയാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടുന്നത്? 44 gram. അപ്പൊ ഇവിടുത്തെ റേഷ്യോ നോക്കി 12:16. അപ്പൊ 12:16 4ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം 3:4. അപ്പൊ കാർബണും ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്യുന്ന റേഷ്യോ എത്രയാണ്? 3:4. അപ്പൊ 3:4 എന്ന് പറഞ്ഞാൽ 3 gram കാർബൺ എടുത്താൽ 4 gram ഓക്സിജൻ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ? കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ഗീവ്സ് H2O. അല്ലെ, ഹൈഡ്രജൻ എത്ര ഗ്രാം? 2 gram. ഓക്സിജൻ 16 × 2 32 gram. അങ്ങനെയാണ് നമുക്ക് വാട്ടർ എത്ര കിട്ടുന്നത്? H2 + O2 is H2. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളു? 2 ഉള്ളു. അപ്പൊ ആദ്യം നമ്മൾ ഇക്വേഷൻ ചെയ്യണം, ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ കാരണം ബാലൻസ് ചെയ്യണം എന്ന് പറയാൻ കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എപ്പോഴും ഒബേ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ലോ ഒബേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, കറക്റ്റ് ആണ്. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ ഈ കോമ്പൗണ്ടുകളുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2 കൊടുക്കുന്നു. അപ്പൊ 2 ഓക്സിജൻ ആയി. എന്നാൽ ഈ 2 ആർക്കുള്ള ബാധകമായ ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ എണ്ണം എത്ര? 4 ആണ്. അപ്പൊ ഇവിടെ 2 ഉള്ളൂ, നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുത്ത് എത്ര ആക്കി? 4 ഹൈഡ്രജൻ ആക്കി. അപ്പം 2H2 + O2 is 2H2. നോക്കാം, ഇവിടെ 4 gram ഹൈഡ്രജൻ. ഓക്സിജൻ എത്രയാണ്? 32 gram ഓക്സിജൻ. എന്ത് കിട്ടും? 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പൊ 16 × 2 18, 16 + 2 18, 18 × 2 എത്ര? 36 gram. അപ്പൊ 32 + 4 36 gram റിയാക്ടൻസ് പ്രവർത്തിച്ചപ്പോൾ 36 gram എന്ത് കിട്ടി? വാട്ടർ കിട്ടി. അല്ലെ, സ്വാഭാവികമായിട്ട് ഏതിനെ ഒബേ ചെയ്യുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി നമുക്ക് നോക്കാം, 4 gram ഹൈഡ്രജൻ ആണ് 32 gram ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മാസിലുള്ള റേഷ്യോ എത്രയാണ്? 4:32. 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ, നമുക്ക് ചെയ്യാം. 1 4 4. അപ്പൊ 1:8.
അല്ലെ? 8 4s are 32. അപ്പൊ നമ്മളൊന്ന് സിമ്പിൾ ഹോൾ നമ്പർ ആക്കി മാറ്റി. അപ്പൊ എത്ര കിട്ടി? 1:8. അപ്പം ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ ഇൻ ദ റേഷ്യോ 1:8 ബൈ മാസ്. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് വാട്ടറായി മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ അനുപാതം മാസിൽ എത്രയായിരിക്കണം? 1:8. അതുപോലെ കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ റേഷ്യോ 3:4. അതിന്റെ അനുപാതം എത്രയായിരിക്കണം? 3:4. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പ്രോസ്റ്റ് പറയുന്നത്. സെയിം കോമ്പൗണ്ട് always contain same element combined in a fixed proportion by mass. മാസിന്റെ നിശ്ചിത അനുപാതത്തിലായിരിക്കണം റിയാക്ടന്റുകൾ പങ്കെടുത്ത് എന്തുണ്ടാക്കേണ്ടത്? പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തെ ലോ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ ലോയിലേക്ക് നമ്മൾ പോകുന്നു. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്ന ഒരു ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അവിടെ പറയുന്നത് സെയിം ആയിട്ടുള്ള റിയാക്ടൻസുകൾ, the same reactants form more than one compound. Same reactants reacted together to form more than one compounds. അപ്പം ഒരേ തരത്തിലുള്ള റിയാക്ടൻസുകൾ പ്രവർത്തിച്ചെന്തുണ്ടാക്കുന്നു? ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു. സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ടുഗദർ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. Then one of the element masses, atom masses will be fixed and the other mass will be varied. അപ്പൊ എന്താ പറയുന്നത്? ഒരു കോമ്പൗണ്ട് രണ്ട് റിയാക്ടൻസുകൾ പരസ്പരം ചേർന്ന്, ഒരേ റിയാക്ടൻസുകൾ പരസ്പരം ചേർന്നുകൊണ്ട് രണ്ട് വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ആറ്റം പങ്കെടുക്കുന്ന റിയാക്ടൻസിൽ ഏതെങ്കിലും ഒരു റിയാക്ടൻസിന്റെ മാസ് ഫിക്സഡ്, രണ്ടാമത്തെ റിയാക്ടൻസിന്റെ മാസ് എന്ത് ചെയ്യുകയും ചെയ്യും? വേരി ചെയ്യുകയും ചെയ്യും. ദേ ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അവരെന്തുണ്ടാക്കുകയും ചെയ്യും? ഒരു ഹോൾ നമ്പർ റേഷ്യോ, ഒരു പൂർണ്ണ അനുപാതം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ പറയുന്നത് the same element compared to to form more than one compound, then one of the masses will be fixed and the other mass will be varying in a fixed whole number ratio. അപ്പൊ അങ്ങനെ വേരി ചെയ്യുന്നതിന് എന്ത് കാണും? ഒരു റേഷ്യോ കാണും, ഒരു അനുപാതം കാണും എന്നാണ് ആര് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നോക്കാം നമുക്ക്. ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ, നമുക്കറിയാം എന്തുണ്ടാകും? വാട്ടർ ഉണ്ടാകും, നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തുമുണ്ടാകും? ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ നമുക്ക് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. രണ്ട് ഹൈഡ്രജൻ, ഓക്കെ. രണ്ട് ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഓക്സിജൻ രണ്ടാക്കാൻ ലെഫ്റ്റ് സൈഡിൽ, കോമ്പൗണ്ടുകളുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ രണ്ടിട്ട് കൊടുത്തു. ആ രണ്ട് ആർക്കൂടെ ഭാഗം ഹൈഡ്രജൻ. അപ്പം ഹൈഡ്രജൻ എത്രയായി? 4. അപ്പൊ ഇവിടെ ഞാൻ രണ്ടിട്ട് കൊടുത്തു. ഹൈഡ്രജൻ എത്ര ആക്കി? 4 ആക്കിയില്ലേ? 2 × 2 4. നോക്കി. അപ്പൊ ഇവിടെ എത്ര ഗ്രാം? 4 ഗ്രാം ഹൈഡ്രജൻ 36 ഗ്രാം ഓക്സിജനുമായി പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടാകാം? 32 ഗ്രാം. അപ്പം 32 + 4 36. അപ്പൊ ഇവിടെ എത്ര ഗ്രാം കിട്ടും? 2H2O. H2O 18 ഗ്രാം ആണെന്നറിയാം. 18 + 2 എത്ര വരും? 36 ഗ്രാം അല്ലെ? അപ്പൊ നോക്കി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. 2 ഹൈഡ്രജൻ, 2 ഓക്സിജൻ, 2 ഓക്സിജൻ. അപ്പൊ എന്താണ്? റിയാക്ടൻസിന്റെ എണ്ണവും പ്രൊഡക്ട്സിന്റെ എണ്ണവും സെയിം ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഗ്രാം ഹൈഡ്രജൻ? 2 ഗ്രാം ഹൈഡ്രജൻ. ഇവിടെ എത്ര ഗ്രാം ഓക്സിജൻ? 32 ഗ്രാം ഓക്സിജൻ. 16 × 2 32 ഗ്രാം ഓക്സിജൻ. എന്ത് കിട്ടും? 2 ഹൈഡ്രജൻ. അപ്പൊ സ്വാഭാവികമായിട്ട് 2 ഗ്രാം ആയി. 2 ഓക്സിജൻ. അപ്പൊ 32 + 2 എത്രയായി? 34 ഗ്രാം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയാണ്? 34 ഗ്രാം. ഇവിടെ ടോട്ടൽ എത്രയായിരുന്നു? 36 ഗ്രാം റിയാക്ടൻസ് പ്രവർത്തിച്ചു, 36 ഗ്രാം പ്രൊഡക്ട്സ് ഉണ്ടായി. 34 ഗ്രാം ടോട്ടൽ റിയാക്ടൻസ്, 34 ഗ്രാം എന്തുണ്ടായി? പ്രൊഡക്ട്സ്. അപ്പൊ ഈ രണ്ട് കേസിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ടെണ്ണത്തിന്റെയും റിയാക്ടൻസ് ആരാ? ഹൈഡ്രജനും ഓക്സിജൻ. ഇവിടെ റിയാക്ടന്റ് ആരാ? ഹൈഡ്രജനും ഓക്സിജൻ. നോക്കി. ഓക്സിജന്റെ മാസ് രണ്ടിടത്തും എത്രയാണ്? 32 ഗ്രാം. അതാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. രണ്ട് ഒരേ എലമെന്റുകൾ തമ്മിൽ പരസ്പരം ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരു റിയാക്ടന്റെ മാസ് എപ്പോഴും എന്ത് തന്നെ? സെയിം. ഇവിടെ ഓക്സിജന്റെ മാസ് എത്രയാണ്? 32. എന്നാൽ ഹൈഡ്രജന്റെ മാസ് നോക്കി
4ഉം 2ഉം അല്ലെ? അപ്പൊ ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 4:2. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എത്ര വരും? 2:1. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാണ്? 2:1 റേഷ്യോയിലാണ് ഹൈഡ്രജനും ഓക്സിജനും പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ വാട്ടറും ഉണ്ടാകും. നമുക്ക് ഒരേ തരത്തിലുള്ള റിയാക്ടൻസുകൾ പ്രവർത്തിച്ച് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ അതിലെ ഒരു മാസുകൾ ഫിക്സഡും മറ്റേ മാസുകൾ എന്തുണ്ടാക്കും? ഒരു ഹോൾ നമ്പർ റേഷ്യോ, ഒരു പൂർണ്ണാനുപാത റേഷ്യോ എന്ത് ചെയ്യപ്പോഴും ഉണ്ടാക്കും അല്ലെ? ഒരു ഹോൾ നമ്പർ റേഷ്യോ അവരെന്ത് ചെയ്യും? ഉണ്ടാക്കും. ഇതാണ് ആര് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് പറയുന്നത്. അടുത്ത നമുക്ക് നാലാമത്തെ ലോയിലേക്ക് പോകാം. അതിനെയാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. അപ്പൊ നാലാമത്തെ ലോ ആണ് ഇത്, ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. അപ്പൊ ഗേ-ലുസാക്സ് ലോ പറയുന്നത് എന്താണ്? ഗേ-ലുസാക്സ് പറയുന്നത് ടു ഗേഷ്യസ് റിയാക്ടൻസ് ഫോം ഗേഷ്യസ് പ്രൊഡക്റ്റ്. രണ്ട് ഗേഷ്യസ് റിയാക്ടൻസുകൾ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ടാകുന്നു? ഒരു ഗേഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. their volume are in the ratio, ഫിക്സഡ് റേഷ്യോ. അവരുടെ വോളിയങ്ങൾ എന്തിലായിരിക്കും? ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. അവരുടെ വോളിയങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടാകും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഗീവ്സ് അമോണിയ. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, നമുക്കറിയാം അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന റിയാക്ഷൻ. നൈട്രജൻ ഹൈഡ്രജനുമായി ചേർന്ന് എന്തായി മാറുന്നു? അമോണിയ ആയിട്ട് മാറുന്നു. ആദ്യം നമുക്ക് ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണം. 2 നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജനെ ഉള്ളൂ, ഞാൻ 2 ഇട്ട് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ഹൈഡ്രജൻ എത്ര? 6. ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ, ഞാൻ ഇവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി? 6 ഗ്രാം. അപ്പൊ നോക്കി, നൈട്രജൻ റിയാക്ട് വിത്ത് 3 molecules ഓഫ് ഹൈഡ്രജൻ ഗീവ്സ് 2 molecules ഓഫ് NH3. അപ്പൊ ഇവിടുത്തെ നൈട്രജൻ എത്രയാണ്? ഇവിടെ ഒന്നല്ലേ ഉള്ളു, 1 ലിറ്റർ നൈട്രജൻ. ഇവിടെ എത്രയാണ്? 3. സോ 3 ലിറ്റർ ഹൈഡ്രജൻ. ഇതെല്ലാം ഗ്യാസ് ആണ്. നൈട്രജൻ 1 ലിറ്റർ നൈട്രജൻ റിയാക്ട് വിത്ത് 3 ലിറ്റർ ഹൈഡ്രജൻ ടു ഗീവ് 2 ലിറ്റർ അമോണിയ. അപ്പൊ ഇവിടുത്തെ വോളിയത്തിന്റെ അനുപാതം എങ്ങനെയാണ്? 1:3:2. ഇതാണ് ആര് പറയുന്നത്? ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം states that if two gaseous reactants combine together to form a gaseous product, they bear a whole number ratio with the volume. അവ എന്തുണ്ടാക്കും? ഒരു റേഷ്യോ ഉണ്ടാക്കും. എന്തിന്റെ ബേസിൽ? വോളിയത്തിന്റെ ബേസിൽ. അല്ലേ? ഇവിടെ എന്താ? 1 ലിറ്റർ നൈട്രജൻ react with 3 liter of hydrogen gives 2 liter of ammonia in the ratio 1:3:2. ഇതാണ് ആര് പറയുന്നത്? ഗേ-ലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. നമ്മൾ ലാസ്റ്റ് ലോയിലേക്ക് പോവുകയാണ്. The last law is called അവഗാഡ്രോസ് ലോ. എന്താ പറയുന്നത്? അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ പറയുന്നത് equal volume of all gases under the same condition of temperature and pressure contain equal number of molecules. ഒന്നുകൂടെ പറയാം. equal volume of all gases under the same condition of temperature and pressure contain equal number of molecule. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 1 ലിറ്റർ ഓക്സിജൻ എടുക്കുന്നു, 1 ലിറ്റർ നൈട്രജൻ എടുക്കുന്നു, 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. എല്ലാം എടുക്കുന്ന ഒരേ അളവിലാണ്. 1 ലിറ്റർ ഓക്സിജൻ, 1 ലിറ്റർ നൈട്രജൻ ആൻഡ് 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എന്താ? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിന്റെ എല്ലാം പ്രഷറും ടെമ്പറേച്ചറും എന്താണ്? സെയിം. എല്ലാത്തിന്റെയും പ്രഷർ ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം, എല്ലാത്തിനും ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എന്താണ്? സെയിം ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ. അതായത് ഓക്സിജനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടോ, n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നൈട്രജനകത്ത് എത്ര മോളിക്യൂൾസ്? n മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡിന് എത്ര മോളിക്യൂൾ? n മോളിക്യൂൾ. കാരണം നമുക്കറിയാം സോളിഡിനും ലിക്വിഡിനും ഈ ഒരു സവിശേഷതയില്ല. 1 കിലോഗ്രാം ഓറഞ്ച് മേടിക്കുന്നു, 1 കിലോഗ്രാം ഗ്രേപ്സ് മുന്തിരി മേടിക്കുന്നു. രണ്ടിനകത്തുമുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം സെയിം ആണോ? അല്ലെങ്കിൽ ഓറഞ്ചുകളുടെ എണ്ണം സെയിം ആണോ? അല്ല. 1 കിലോ ഓറഞ്ചിനകത്ത് വളരെ കുറവ് എണ്ണമേ കാണും, 1 കിലോ ഗ്രേപ്സിനകത്ത് ഒരുപാട് എണ്ണം കാണും. അപ്പം അതുപോലെ അല്ല ഗ്യാസസിൽ വരുന്നത്. ഗ്യാസ് എടുക്കുന്ന സമയത്ത് 1 ലിറ്റർ ആണെങ്കിൽ പോലും 1 ലിറ്റർ ആയിട്ടുള്ള ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും എടുത്താൽ ഇതിനകത്ത് എപ്പോഴും നമ്പർ ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസുകളുടെ എണ്ണം എപ്പോഴും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. വോളിയം എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നേരനുപാതത്തിലാണ്
നമ്പർ ഓഫ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുവാണെങ്കിൽ എന്തും കൂടും, വോളിയവും കൂടും. എന്നാൽ 1 ലിറ്റർ ഓക്സിജനോ നൈട്രജനോ അല്ലെങ്കിൽ 10 ലിറ്റർ ഓക്സിജനോ നൈട്രജനോ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിനകത്തുള്ള മോളിക്യൂൾസുകളുടെ എണ്ണം എപ്പോഴും എന്ത് തന്നെ, സെയിം തന്നെ. ഇതാണ് ആര് പറയുന്നത്, അവഗാഡ്രോസ് ലോ. അപ്പൊ അവഗാഡ്രോ ലോ എന്താ പറയുന്നത്, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് molecules. This is called Avogadro's law. അപ്പോൾ നമ്മൾ 5 ലോകളാണ് ഇവിടെ പറഞ്ഞത്. ഒരു കെമിക്കൽ റിയാക്ഷനെ നടക്കുന്നതിന് നയിക്കുന്ന 5 ലോസുകൾ. 1 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, 2 ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, 3 ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, 4 ഗെലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം, 5 അവഗാഡ്രോസ് ലോ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തൊക്കെയാണ്, മാറ്റർ എന്താണ്, മാറ്ററിനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലും കെമിക്കൽ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അടിസ്ഥാനത്തിൽ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പിന്നെ പ്ലാസ്മ, ബോസ് അയൺ കണ്ടൻസേറ്റ് ആൻഡ് ഫെർമി അയോണിക് കണ്ടൻസേറ്റ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് അടിസ്ഥാനത്തിൽ 2ആയിട്ട് എന്തൊക്കെയായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്ത, പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും. ആ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, എലമെന്റ്സ് എന്നും കോമ്പൗണ്ടുകളും. മിക്സ്ചറിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും. അത് കഴിഞ്ഞ് നമ്മൾ വന്നു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. പിന്നെ നമ്മൾ വന്നു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ഡെൻസിറ്റി. പിന്നെ നമ്മൾ എടുത്തത് ടെമ്പറേച്ചർ എന്താണ്. പിന്നെ നമ്മൾ വന്നത് എങ്ങനെ ഒരാറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു, അതിന് കുറച്ച് നിയമങ്ങൾ അധിഷ്ഠിതമാണ്. ആ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 5 പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം ആൻഡ് ഫൈനൽ വൺ ഈസ് അവഗാഡ്രോസ് ലോ. ഇത്രയുമാണ് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. ഇത് അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും, നിങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.